വിശുദ്ധ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വിശ്വാസ രീതികൾ അനുസരിച്ച് ഇന്ത്യയിലുള്ള പല ജനവിഭാഗങ്ങളും മതവിഭാഗങ്ങളും ഒക്കെ ജാതകം നോക്കുന്നവരാണ്. ഇത്രാമത്തെ വയസ്സിൽ അവൻ രാജാവാകും, ഇത്രാമത്തെ വയസ്സിൽ ദുരിതങ്ങൾ ഉണ്ടാകും, ഇത്രാമത്തെ വയസ്സിൽ മരിക്കും എന്നൊക്കെ നമുക്ക് മുമ്പേ ആരൊക്കെയോ എഴുതി വെക്കുന്ന ജാതകങ്ങൾ. എന്നാൽ അതിൽ മിക്കവാറും ജാതകങ്ങൾ എഴുതി വെച്ചതൊന്നും ജീവിതത്തിൽ സംഭവിക്കുകയുമില്ല. എന്നാൽ എഴുതി വെച്ചതെല്ലാം പൂർത്തിയാക്കിയ ഒരു ജാതകമുണ്ട്, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജാതകം. അവന്റെ ജീവിതത്താളുകളിൽ ഓരോന്നെടുത്തു നോക്കിയാലും ഓരോ പേജിലും എഴുതിയിട്ടുണ്ട് എഴുതപ്പെട്ടത് പൂർത്തിയാകാനായിട്ട്, അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകാനായിട്ട്, വിശുദ്ധ ലിഖിതം നിറവേറാനായിട്ട്. ഇങ്ങനെ ഒരുപാട് നിറവേറലുകൾ നിറവേറ്റാനായി വന്ന നല്ല തമ്പുരാൻ. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ്. ആഗ്രഹിച്ച ജീവിതമായിരിക്കത്തില്ല നമ്മളിൽ മിക്കവാറും പേര് ഇപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ എവിടെയൊക്കെയോ തട്ടിയും മുട്ടിയും എങ്ങോട്ടൊക്കെയോ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നമ്മളൊരു ജീവിതത്തിലൂടെ കടന്നു പോന്നു. കുറെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തകർന്നു പോയെന്ന് വിചാരിച്ച് നിന്ന സമയങ്ങളുണ്ട്, വഴിതെറ്റിയെന്ന് വിചാരിച്ച് അലറിക്കറിഞ്ഞ നിമിഷങ്ങളുണ്ട്. എന്നാൽ കടന്നുപോയതെല്ലാം നിറവേറപ്പെടേണ്ട, എഴുതി പൂർത്തിയാക്കപ്പെടേണ്ട, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള പാഠങ്ങളായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഈ ദിവസം മാത്രമാണ്, ഈ നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈശോ തമ്പുരാൻ തനിക്ക് നിശ്ചയിക്കപ്പെട്ട വഴിയെ നമ്മെ രക്ഷിക്കാനായി നടന്നുപോയപ്പോൾ അനുഭവിച്ച കഷ്ടതകൾ ഓരോന്നും പുനരാവിഷ്കരിക്കുന്നതിലായിരിക്കുമോ കർത്താവിന് സന്തോഷം? ഒരിക്കലുമല്ല. ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ അവൾ ഒരിക്കലും കഷ്ടപ്പെടരുത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങൾ അവർക്കുണ്ടാകരുത്. ദുഷ്ടരായ, സ്വാർത്ഥരായ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ കുരിശുമെടുത്ത്, ഇതിലും ഭാരമുള്ള കുരിശുമെടുത്ത് ഈ നാളുകളിൽ മനുഷ്യ മക്കള് എന്നെ ഓർക്കണം എന്ന് ചിന്തിക്കുമോ? നമ്മൾ ആഘോഷിക്കപ്പെടുന്ന, ആചരിക്കപ്പെടുന്ന നോമ്പ് കാലത്തിന്റെ പല ആചാരങ്ങളും കർത്താവ് അനുവദിച്ചു തന്നതാണോ? നമ്മളിങ്ങനെ കരഞ്ഞും നിലവിളിച്ചും കഴിയാനാണോ നമ്മുടെ കർത്താവ് ഇത്ര തീവ്രമായ വേദന അനുഭവിച്ച് കുരിശു ചുമന്ന് മരിച്ച് നമ്മെ രക്ഷിച്ചത്? അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ബുദ്ധിയില്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുന്നവരാകാതെ മനസ്സിന്റെ നവീകരണം വഴി നമ്മുടെ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം അവിടുന്ന് എന്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ കൂടെ, അല്ലെങ്കിൽ കർത്താവ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ജീവിക്കുവാനുള്ള ഒരു മനോഭാവം ഈ നോമ്പുകാലത്ത് നമുക്ക് വളർത്തിയെടുക്കാം. ആമേൻ.